ഇടുക്കി കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ യുവാവിന്റെ ദേഹത്തേക്ക് ബസ് പാഞ്ഞുകയറിയ സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇടുക്കി RTOയുടേതാണ് നടപടി. ബൈസൺ വാലി സ്വദേശി സിറിൽ വർഗീസിന്റെ ലൈസൻസാണ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ വലിയ ഞെട്ടൽ ഉളവായതാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ യുവാവ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. ഡ്രൈവർക്കെതിരെ ഒരു മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങൾ. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം, ഈ കട്ടപ്പന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു അപകടം കട്ടപ്പനയിൽ നടന്നത്. കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. നെടുങ്കണ്ട ഭാഗത്തേക്ക് പോകാനായി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന വഴിക്കാണ് ഈ ബസ് ഈ യുവാവിന്റെ ദേഹത്തേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് അല്ലെങ്കിൽ അശ്രദ്ധയാണ് ഈ അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ബൈസൺ വാലി സ്വദേശിയായിട്ടുള്ള സിറിൽ വർഗീസിന്റെ ബസ് ഡ്രൈവർ സിറിൽ വർഗീസിന്റെ ലൈസൻസ് നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു മാസത്തേക്കാണ് ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ഇടുക്കി RTOയുടെയാണ് ഈ നടപടി. എടപ്പാളിലുള്ള ITTIL ഒരു മാസത്തേക്കുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇയാളെ അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഡ്രൈവർമാരുടെ ഭാഗത്ത് ഇത്തരത്തിലുണ്ടാകുന്ന വീഴ്ചകൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അല്ലെങ്കിൽ അതിനു വേണ്ട ബോധവൽക്കരണം നിലവിൽ നൽകാനാണ് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കട്ടപ്പനയിൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഡ്രൈവർമാരെ കേന്ദ്രീകരിച്ച് പരിശോധനകളും ഇത്തരത്തിലുള്ള ബോധവൽക്കരണവും നടത്താനാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.